ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച നൈറ്റി ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നെക്കിൽ ഒന്ന് വേറൊരു പീസ് വെച്ച് പിടിപ്പിക്കാനായിട്ടാണ് ഞാനിത് കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്വയറോ അങ്ങനെ ഏത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മോഡലാണ് ചെയ്തെടുക്കുന്നത്. കഴുത്ത് നമ്മുടെ ഇഷ്ടത്തിന് ഇറക്കവും അളവൊക്കെ ഇതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണതിൽ കഴുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസില്ലേ, വൈറ്റ് പീസ്, അത് നമുക്ക് ബാക്കിൽ നിന്ന് തയ്ച്ച് ഫ്രണ്ടിലേക്ക് തയ്ച്ച് മറയ്ക്കണം കേട്ടോ. അപ്പോൾ ഇനി അത് നമുക്ക് തയ്ച്ച് മറയ്ക്കാം. ഇനി നമ്മളത് തയ്ച്ചത് നല്ല വശത്തേക്ക് തിരിച്ച് അതിങ്ങനെ പതിച്ചടിക്കുക കേട്ടോ. കഴുത്തിന് സൈഡിൽ കൂടെ അങ്ങനെ നല്ലോണം പതിച്ചടിച്ച് കഴുത്ത് തയ്ച്ചെടുക്കാം. ഇനി നമുക്കതിൻ്റെ സൈഡിൽ കുറച്ച് ഭംഗിക്കായിട്ട് നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണ് ഭംഗി തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ ഒന്ന് വെച്ച് തയ്ച്ചെടുക്കാം. ഇത് ഒരു 1.5 ഇഞ്ച് നീളത്തിൽ ഇതിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നൈറ്റിക്ക് ഫ്രില്ല് വെക്കാനായിട്ട് തയ്ച്ച് വെച്ച പീസ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് 4 പീസ് ഉണ്ടാവും. അതിൽ 2 പീസ് എടുത്തിട്ട് ഇങ്ങനെ ജോയിൻ്റ് കൂട്ടുക. അതുപോലെ തന്നെ മറ്റേ 2 പീസും കൂടി ഇങ്ങനെ ജോയിൻ്റ് കൂട്ടുക. അത് നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ ജോയിൻ്റ് കൂട്ടിയിട്ട് ഇതിൻ്റെ ഒരു സൈഡ് മടക്കി തയ്ക്കുക. ചെറുതാക്കി ഇങ്ങനെ ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്കും കൂടി അങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഈ നൈറ്റിയുടെ താഴെ ഇതിങ്ങനെ കറക്റ്റ് പിടിച്ച് ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഫ്ലീറ്റ് ചെറിയ ചെറിയ ഞെറികളിട്ടിട്ട് ഇതുമ്മ പിടിപ്പിക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഈ പീസിൽ നമ്മൾ തയ്ച്ചെടുത്തത് അത് ഇങ്ങനെ വെച്ച് ചെറിയ ചെറിയ ഞെറികളിട്ട് കൊടുക്കുക. ഇതിങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതെവിടെ ഒന്നിങ്ങനെ പതിച്ചടിച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ 2 സൈഡിലും ഫ്രില്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ്റ് കൂട്ടാം. ബാക്ക് കഴുത്ത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ക്രോസ് പീസ് തയ്ച്ച് മറയ്ക്കാം. ഇത് ഷോൾഡർ കൂട്ടുക.
ബാക്ക് പീസ് ഒരു തുണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ, നമുക്ക് തയ്ച്ച് മറയ്ക്കാനായിട്ടുള്ളത്. കൈയുടെ ഈ സെൻറ്റർ ഇവിടെ വെച്ച് ആദ്യം കണ്ട നടുക്കീന്ന് തയ്ച്ച് തുടങ്ങണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വരിക. അപ്പോൾ കഴിയുമ്പോൾ ഇങ്ങനെ മറച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് തയ്ക്കാം. അതേപോലെ തന്നെ അപ്പുറത്തെ കൈയും വയ്ക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ കൈയും പിടിപ്പിക്കാം. അതെ, ഈ രണ്ട് സൈഡും ഇങ്ങനെ കൈയുടെ വണ്ണം നോക്കി ഇങ്ങനെ രണ്ട് സൈഡും തയ്ച്ച് കൊടുക്കാം കേട്ടോ. ഈ സൈഡും ഈ സൈഡും ഇതാണ് ഞാനത് ഇങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് കഴുത്തിൻ്റെ ഇത് ക്രോസ് പീസ് വെച്ച് പിടിപ്പിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തുണ്ട് നമ്മൾ തയ്ക്കാനായിട്ടുള്ള തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ലേ, അവിടേക്ക് ഞാൻ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ രണ്ട് മടക്കാക്കിയിട്ട് പകുതി ഈ ഷോൾഡർ മുളിക്കും പകുതി തുണിയിലേക്കും ആയിട്ട് വെക്കുക. എന്നിട്ട് ഈ ഷോൾഡർ കൂടി തയ്ച്ച് വരണം കേട്ടോ. ഈ ഷോൾഡറുമ്പോൾ കൂടി ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് ആ തുണിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഇങ്ങനെ സൂചി കട്ട് ചെയ്ത് നിർത്തുക, കുത്തി നിർത്തുക. എന്നിട്ട് ഇങ്ങനെ പതുക്കെ മാറ്റിയിട്ട് ബാക്ക് പീസേ കൂടെ നമ്മൾക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. താഴെ ഇങ്ങനെ